نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുമുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വർഷങ്ങളായുള്ള സംഘട്ടനത്തിലും പ്രതിരോധത്തിലും യുദ്ധത്തിലും വിഷമിക്കുകയാണ് ഫലസ്തീനികൾ. അല്ലാഹു അവർക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പട്ടിണി കിടന്ന് എല്ലും തോലുമായ മനുഷ്യക്കോലങ്ങൾ നമ്മൾ കാണുന്നു. അങ്ങുമിങ്ങുമുള്ള മനുഷ്യസ്നേഹികൾ ഭക്ഷണമെത്തിക്കാൻ ശ്രമിക്കുന്ന എല്ലാ കവാടങ്ങളും ലോക പോലീസ് ചമയുന്ന ഇസ്രായേലും അമേരിക്കയും തടഞ്ഞതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻസുമെല്ലാം അയൽ നാട്ടുകാർ ബോട്ടിലിൽ ധാന്യങ്ങൾ നിറച്ച് കടലിലെറിഞ്ഞ് പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയാണ്. വിശന്നവശരായ ആ സഹജീവികളിലേക്ക് ഇതെത്തിക്കണേ പടച്ചറബേ എന്ന പ്രാർത്ഥനയാണ്. പലതും അവിടെ എത്തി. അയച്ചവരുടെ നമ്പർ ബോട്ടിലിനകത്തിട്ടതുകൊണ്ട് തന്നെ എത്തിയെന്ന സന്തോഷ വാർത്തയും അവർക്ക് കോളായി മെസ്സേജായി കാണാൻ സാധിക്കുകയും ചെയ്തു. നീണ്ട മാസങ്ങൾ പട്ടിണി കിടന്ന അവരുടെ മുന്നിൽ ലഭ്യമായ മാവിന്റെ ധാന്യത്തിന്റെ കവറുകൾ, അതിന്റെ ചാക്കുകൾ കെട്ടിപ്പിടിച്ച് അതിൽ കരയുന്ന കുടുംബത്തെ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായി ഉള്ളകത്ത് നിന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാം നമ്മെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. യഥേഷ്ടം ഭക്ഷണവും പാനീയവും വസ്ത്രവും
ജോലിയും സമ്പാദ്യവും വീടും കുടുംബവും എല്ലാറ്റിന്റെയും അനുഗ്രഹങ്ങളുടെ ഡോർ അള്ളാഹു മലർക്കെ തുറന്നുവച്ച് നൽകിയിട്ടുള്ള നമ്മൾ പടച്ചറബിനോട് എത്രത്തോളം നന്ദിയുള്ളവരാകുന്നുണ്ട്, നന്ദി കാണിക്കുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. കാലിൽ നീരുവരുമാറ് നിന്ന് നമസ്കരിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ദാസനാകേണ്ടതില്ലേ? നാം കിടന്ന മെത്തയിൽ, നാം വിരിച്ച വിരിപ്പിൽ, നാം തലവെച്ച തലയിണയിൽ അവരാരും ഒരു നേരം പോലും അന്തിയുറങ്ങിയിട്ടില്ല. മരിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പേ പ്രവാചകന്റെ വീട്ടിലെ ഭക്ഷണങ്ങൾ ശൂന്യമായിരുന്നു. ഈത്തപ്പനയുടെ ഓലയിലാണ് അവിടുത്തെ സാധുക്കൾ കിടന്നിരുന്നതെങ്കിൽ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് അന്തിയുറങ്ങിയതും ഈത്തപ്പനയുടെ ഓലയിലാണ്. പട്ടിണിയും പരിവട്ടവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ദാസനാകേണ്ടതില്ലേ എന്നതാണ്. സുഹൃത്തുക്കളെ, നമുക്കെന്താണ് തടസ്സം? നമുക്ക് നമ്മുടെ ജോലിയാണ് തടസ്സം, മക്കളാണ് തടസ്സം, ഏർപ്പാടുകളാണ് തടസ്സം. സുഖങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും പടച്ചറബ് തുറന്നു നൽകിയതാണ് നമ്മുടെ തടസ്സം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഞാൻ ഫഖറിനെ ഭയക്കുന്നില്ല, നിങ്ങളിൽ ഞാൻ ദാരിദ്ര്യത്തെ അല്ല ഭയക്കുന്നത്, നിങ്ങൾക്ക് സുഖലോലുപത നൽകപ്പെടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്. മഹാനായ ഹസനുൽ ബസറി റഹിമഹുല്ലാഹ് യസീദിന്റെ ഭരണാധികാര കാലഘട്ടത്തിൽ ഇറാഖിന്റെ ഗവർണറായി നിശ്ചയിച്ച വ്യക്തിയോട് അനിസ്ലാമികമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെടുമ്പോൾ, ഞാൻ ഖലീഫയുടെ വാക്കിന് പ്രാധാന്യം കൊടുത്താൽ എന്റെ മതം തകർന്നു പോകും, മതത്തിന് പ്രാധാന്യം കൊടുത്താൽ എനിക്ക് ഖലീഫയിൽ നിന്ന് വല്ല പ്രയാസങ്ങളും നേരിടേണ്ടി വരും, ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഹസനുൽ ബസറി റഹിമഹുല്ലാഹ് പറഞ്ഞത്, എനിക്കൊരു ജനതയെ അറിയാം, അവരെ തേടി ദുനിയാവ് വന്നപ്പോൾ ദുനിയാവിൽ നിന്ന് ഓടിയകന്നവരാണവർ. സ്വഹാബത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്താണത്. ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം മുന്നിൽ വിരിച്ചു വെച്ചപ്പോൾ അവർ കണ്ണുകൾ നിറച്ചു. തന്റെ മുന്നിലുള്ള ഭക്ഷണം നോക്കിയിട്ടവർ കരഞ്ഞിട്ട് പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖലീൽ, എന്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നേർത്ത റൊട്ടി കഴിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന്. സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ നിഅമത്തിനെ ഓർക്കാൻ, പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആലയെ എപ്പോഴും സ്തുതിക്കാൻ, അള്ളാഹുവിലേക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നമുക്കെന്താണ് തടസ്സം എന്നത് നാം ആലോചിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ മറ്റേതിനേക്കാളും പ്രതിഫലനമുണ്ട് നാം ചെയ്യുന്ന നന്മകൾക്ക്. പടച്ചറബ്ബിലേക്ക് നിങ്ങളൊരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴമെടുക്കും, ഒരു മുഴമെടുത്താൽ ഒരു മാറെടുക്കും. അള്ളാഹുലേക്ക് നടന്നെടുത്താൽ അള്ളാഹു നിങ്ങളിലേക്ക് ഓടിയെടുക്കും. നന്മകൾക്ക് വലിയ പ്രതിഫലനമുണ്ട്. ഇരുലോകത്തും ആശ്വാസവും ആസ്വാദനവും സന്തോഷവും നൽകുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ, മക്കൾക്ക് തരാൻ കഴിയാത്ത, സമ്പത്തിന് തരാൻ കഴിയാത്ത, കറൻസിക്ക് തരാൻ കഴിയാത്ത, പൊളിറ്റിക്കൽ ഹോൾഡിനും സ്റ്റാറ്റസിനും തറവാടിത്തത്തിനും തരാൻ കഴിയാത്ത, അക്കാഡമിക് ക്വാളിഫിക്കേഷന് തരാൻ കഴിയാത്തത് അഅ്മാലു സ്വാലിഹാത്തിനും ഈമാനിനും ദീനിനും തരാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭക്ഷണത്തിന്റെ രുചി വായിൽ അനുഭവിക്കുന്നത് പോലെ ഈമാനിന്റെയും കർമ്മങ്ങളുടെയും രുചി മനസ്സിൽ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും സഹോദരന്മാരെ. രോഗാവസ്ഥയിൽ ഭക്ഷണത്തിന്റെ രുചി നുകരാൻ കഴിയാത്തതുപോലെ കളങ്കമുള്ള രോഗാതുരമായ മനസ്സിൽ നിന്ന് ഉയരുന്ന ആരാധനകൾക്ക് ഒരുപക്ഷെ അതിന്റെ രുചി ലഭ്യമാകാതെ പോയേക്കാം. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഈമാനുള്ളവനായി വ്യഭിചരിക്കാനാവില്ല. ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, ഈമാനുള്ളവനായിക്കൊണ്ടൊരു മോഷ്ടാവിനും മോഷ്ടിക്കാനാവില്ല. അധർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈമാനും അവന്റെ പരലോക ഭയവും പടച്ചറബിലുള്ള പ്രതീക്ഷയും ആ ഖൗഫുമെല്ലാം അവന്റെ മനസ്സിൽ നിന്ന് ഉയർന്നു പോകുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏതിനേക്കാളും ആസ്വാദനം ഈ ആരാധനയ്ക്കാണ്. അത് ആസ്വദിക്കാൻ പറ്റുക എന്നത് പടച്ചറബിന്റെ ഒരു സമ്മാനമാണ്. ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ലാഹ് പറയുകയാണ്,
നിങ്ങൾ 3 കാര്യത്തിൽ ഹലാവത്ത് തേടണം, ഹലാവത്ത് അന്വേഷിക്കണം. ഒന്ന് ഫിസ്സലാ, നമസ്കാരത്തിലാണ്. മറ്റൊന്ന് വഫി ദിക്രി, ദിക്റിലാണ്. മറ്റൊന്ന് വഫിൽ ഖുർആൻ, ഖുർആനിലാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എനിക്കൊരാശ്വാസം, നമസ്കരിക്കുമ്പോൾ എനിക്കൊരാസ്വാദനം, ദിക്റിൽ മുഴുകുമ്പോൾ എനിക്കൊരാസ്വാദനം. അത് ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്കത് ലഭിക്കുന്നെങ്കിൽ നിങ്ങളത് ജീവിതത്തിൽ പ്രാവർത്തികമായി മുന്നോട്ട് പോവുക, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. ഫഇല്ലം തജിദൂഹ, നിങ്ങൾക്കത് ലഭിക്കുന്നില്ലെങ്കിൽ ഫഅലമു, നിങ്ങൾ അറിയണം, അന്നൽ ബാബ മുഗ്ലഖ്, അന്നൽ ബാബ മുഗ്ലഖ്, ദീന് കൊണ്ട് ലഭിക്കുന്ന ബർക്കത്തും ഖൈറും സമാധാനവും കൺകുളിർമയുടെയും കവാടം നിനക്കു നേരെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണെന്ന സത്യം നീ തിരിച്ചറിയണം എന്നതാണ്. സുഹൃത്തുക്കൾ, ആശ്വാസം തേടേണ്ടത്, ആസ്വാദനം കണ്ടെത്തേണ്ടത് റബ്ബിലേക്കുള്ള ആരാധനകളിലൂടെയാണ്, പാരായണങ്ങളിലാണ്, പ്രാർത്ഥനകളിലാണ്, ദിക്റുകളിലാണ്, വിശുദ്ധ ഖുർആനിലാണ്, നമസ്കാരത്തിലാണ് എന്ന് നമ്മുടെ മുൻഗാമികൾ താബിഈ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതനുഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലുതായി അവർക്ക് മറ്റൊന്നും ഉണ്ടാവുകയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്നൽ ഖൽബ ഇദാ ദാഖ തഅമു ഇബാദത്തില്ലാഹി വൽ ഇഖ്ലാസ് ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ആരാധനയുടെയും ഇഖ്ലാസിന്റെയും രുചി ഒരു ഖൽബ് നുകർന്നു കഴിഞ്ഞാൽ ലം യകുൻ ഇൻദഹു ശൈഉൻ ഖത്തുൻ അഹ്ലാ മിൻ ദാലിക്, അതിനേക്കാൾ മറ്റൊരു ആസ്വാദനമുള്ള, രുചിയുള്ള, മധുരമുള്ള ഒന്നും അവൻ കണ്ടെത്തുകയില്ല എന്ന്. അതായത് പടച്ച റബ്ബിലേക്കുള്ള ഇബാദത്തിൽ, ഇഖ്ലാസിൽ ഒരാൾ രുചി കണ്ടെത്തിയാൽ അവന് മറ്റൊന്നും രുചിയുണ്ടാവുകയില്ല, അവൻ ഇത് കിട്ടിയാലേ മതിയാവൂ എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നത്. ഈ ദുനിയാവിലെ ആസ്വാദനങ്ങൾക്കിടയിൽ, ദീനിന്റെ ആസ്വാദനത്തിനുമിടയിൽ വ്യത്യാസങ്ങൾ ഒരുപാടാണ്. ദുനിയാവിലെ ആസ്വാദനങ്ങൾക്കിടയിലും ശല്യങ്ങളും തടസ്സങ്ങളും പരിമിതികളും അസ്വസ്ഥതകളും നമുക്ക് ഉണ്ടാകേണ്ടി വരുന്നുണ്ട്. മാത്രവുമല്ല, ദുനിയാവിലെ ഏത് സുഖവും സന്തോഷവും മുറിഞ്ഞു പോകുന്നതാണ്. എന്നാൽ നന്മയിലൂടെ ലഭിക്കുന്ന ആസ്വാദനത്തിന് യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസുമില്ല, ഡിസ്റ്റർബൻസുമില്ല, യാതൊരുവിധ അറ്റവുമില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഹറാമായ ആസ്വാദനം വൃത്തികേടുകൾ കലർന്ന വിക്രിയകളിലൂടെ കിട്ടുന്ന ആനന്ദമാണ്. അത് ചെയ്തു തീർന്നാലാകട്ടെ അവർക്ക് ഖേദമാണ്. പുണ്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും സന്തോഷവും സമാധാനവുമാണ്, പുണ്യങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാലും സമാധാനമാണ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴും സന്തോഷമാണ്. നാളെ ഖബറിൽ നമ്മെ ഇറക്കി വെക്കുമ്പോഴും അതിന്റെ സന്തോഷം, പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോഴും അതിന്റെ സന്തോഷം, അറ്റമില്ലാത്ത സന്തോഷമാണ് നന്മകൾ പ്രദാനം ചെയ്യുന്നത് എന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആരാധനയിലുള്ള ആസ്വാദനം ദുനിയാവിലും പരലോകത്തും നിലനിൽക്കും, ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല. എന്നാൽ ഈ ദുനിയാവിലുള്ള ആസ്വാദനം അത് ഏത് സമയത്തും മുറിഞ്ഞു പോകാവുന്നതാണ്. അതുകൊണ്ടാണ് നജ്ജാശി രാജാവ് അബൂ സുഫിയാനോട് ചോദിച്ചത്, ഈ മതം പുൽകി ആരെങ്കിലും ഇതിനോടുള്ള വെറുപ്പ് കാരണം ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടോ? വ്യക്തികളോടുള്ള വെറുപ്പ് കാരണം, ജീവിതത്തിലെ ദുരനുഭവങ്ങളുടെ വെറുപ്പ് കാരണം, ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളുടെ കാരണത്താൽ, ജീവിത സാഹചര്യത്തിൽ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും ലഹരി ഉപയോഗിക്കാനും അവസരങ്ങൾ വന്നണഞ്ഞപ്പോഴൊക്കെ ഈ ദീനിനെ ഒഴിവാക്കിയിട്ട് എക്സ് മുസ്ലിമായി മാറിയ ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ദീനിനോടുള്ള വെറുപ്പ് കാരണത്താൽ, ഈ ദീനിന്റെ പോരായ്മ കാരണത്താൽ ഉപേക്ഷിച്ചാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞത് ഇല്ല, ഇതിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ആളുകൾ എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ ദീനിന്റെ ആസ്വാദനവും ദുനിയാവിന്റെ ആസ്വാദനവും തമ്മിൽ വലിയ അന്തരമുണ്ട്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാണ്, ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സമയം, ആരോഗ്യം, യൗവനം, അവർ തിന്മയിൽ മുഴുകി അറിവ് നേടുന്നതിൽ അനാസ്ഥ കാണിച്ച് മുന്നോട്ടു പോവുകയും പ്രായാധിക്യത്തിൽ അവർ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളെക്കുറിച്ച്, പാഴാക്കിയ സമയത്തെക്കുറിച്ച്, എനർജിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർ വേദനിക്കുകയും ചെയ്യുന്നത് ഓർക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നല്ല കാലത്ത് നമുക്ക് ആസ്വാദനമായി തോന്നുന്ന ഹറാമായ വഴികളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ വാർദ്ധക്യത്തിൽ, രോഗാവസ്ഥയിൽ ഈ ആസ്വാദനം അന്ന് നമുക്ക് ഖേദവും വേദനയും ദുഃഖവുമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദുനിയാവിലെ ആസ്വാദനങ്ങൾ ചെയ്യും തോറും മടുപ്പുളവാകുന്നതാണ്.
എന്നാൽ ആരാധനയിലൂടെ പടച്ചറബിലേക്ക് നാം എത്രത്തോളം അടുക്കുന്നുവോ, എത്രത്തോളം ഇബാദത്തുകൾ ചെയ്യുന്നുവോ, എത്രത്തോളം പടച്ചറബിനെ ഓർക്കുന്നുവോ, അവന്റെ മുമ്പിൽ കൈകളുയർത്തുന്നുവോ, ചെയ്തുപോയ പാപങ്ങളിൽ തൗബ ചെയ്യുന്നുവോ, റബ്ബിന്റെ മാർഗത്തിൽ ഇബാദത്തുകളിൽ മുഴുകുന്നുവോ, അത്രയധികം നമുക്ക് ആസ്വാദനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സറിഞ്ഞൊന്ന് നിസ്കരിച്ചാൽ ഇനി നിസ്കരിക്കണ്ടില്ലായിരുന്നു എന്ന് തോന്നൂല, സുന്നത്തും കൂടെ നിസ്കരിച്ചിട്ടേ അവൻ പോവുള്ളൂ. മനസ്സറിഞ്ഞ് നിസ്കരിക്കാതിരുന്നാൽ അവൻ സുന്നത്ത് നിസ്കരിക്കാതെ എണീറ്റ് പോയേക്കാം. ഒരു പേജ് മനോഹരമായി പാരായണം ചെയ്താൽ അടുത്ത പേജും കൂടെ ഓട്ടോമാറ്റിക്കലി അയാൾ പാരായണം ചെയ്യുക തന്നെ ചെയ്യും. അതാണ് നന്മകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആത്മാർത്ഥമായി ചെയ്യും തോറും ചെയ്യാനുള്ള ത്വരയാണുണ്ടാവുക എങ്കിൽ ദുനിയാവിലെ സുഖങ്ങൾ, ആസ്വാദനങ്ങൾ, കാഴ്ചകൾ, കേൾവികൾ, അനുഭവങ്ങൾ അത് ചെയ്യും തോറും മടുപ്പുളവാവുകയാണ് ഉണ്ടാവുക. മാത്രവുമല്ല, ദുനിയാവിലെ ഏതൊരു ആസ്വാദനവും ഒരുപക്ഷെ പരലോകത്തെ ആസ്വാദനങ്ങളെ നശിപ്പിച്ചേക്കാം. പുണ്യപ്രവർത്തനങ്ങളാകട്ടെ ഇരു ലോകത്തും നമുക്ക് ലാഭം കൊയ്ത് നൽകുന്നതാണ്. ഭൗതിക സുഖങ്ങൾ ഒരുക്കാനുള്ള വഴികളും ദുഷ്കരമാണ്, സംഘർഷഭരിതമാണ്. എന്നാൽ ദീനിലേക്ക് അടുക്കാനുള്ള വഴികളും എളുപ്പമാണ്. വെറുതെ നാവിൽ ഈസിയായ ഒരു വേർഡ് അൽഹംദുലില്ലാഹ്, 30 കൂലി 30 പാപം മായ്ക്കപ്പെടുന്നു, മീസാൻ കനം തൂങ്ങുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഭൗതിക സുഖങ്ങളും ആനന്ദങ്ങളും അളവ് വർദ്ധിച്ചാൽ അത് നമുക്ക് പരിക്കാണ്. നന്നായി കണക്ക് നോക്കാതെ ഭക്ഷണം കഴിച്ചാൽ അത് അയാൾക്ക് രോഗങ്ങളുണ്ടാക്കും. ഭൗതിക സുഖങ്ങൾ അതിൽ അഹങ്കാരം നടിച്ചാലോ കിബ്രന്മാർക്ക് വലിയ ശിക്ഷയാണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതിക സുഖങ്ങൾ പരിമിതമാണ്, പ്രയാസങ്ങളുള്ളതാണ്, മടുപ്പുള്ളതാണ്, നമുക്ക് പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ്. അതിൽ നമ്മൾ ആഢ്യത്വവും അഹങ്കാരവും കാണിച്ചാൽ ദുനിയാവിലും പരലോകത്തും തകർച്ചയുണ്ടാക്കുന്നതാണ്. എന്നാൽ പടച്ചറബിലേക്ക് അടുക്കാനുള്ള ആരാധനകളിലൂടെ നന്ദിയുള്ള ഒരു ദാസനായി നമ്മൾ ജീവിക്കുന്നതിലൂടെ നമുക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവുമാണ് ഉണ്ടാവുക. സഹോദരന്മാരെ, ഖുർആനും സുന്നത്തും ധാരാളം പുണ്യപ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തി. അതേറ്റവും പ്രധാനം വിശ്വാസമാണ്. ഈമാൻ, ഈമാനിന്റെ മധുരം നുകരാൻ സാധിക്കും. സലാസുൻ മൻ കുന്ന വജദ ഫീ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മധുരം നുകരാൻ പറ്റും. അയ്യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റേതിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹും റസൂലും ആവുക. എന്റെ സുഖത്തേക്കാൾ, എന്റെ സന്തോഷത്തേക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ, സൗകര്യങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ റബ്ബും എന്റെ റസൂലുമാണ് എന്ന് ഒരാൾ ജീവിതം കൊണ്ട് തെളിയിച്ചാൽ അയാൾക്ക് ഈമാനിന്റെ മധുരം കിട്ടും. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുക, അള്ളാന്റെ പേരിൽ സ്നേഹിക്കുക, അള്ളാന്റെ പേരിൽ വെറുക്കുക, അയാൾക്ക് ഈമാനിന്റെ മധുരം നുകരാൻ പറ്റും. നരകത്തിൽ എറിയപ്പെട്ടതിൽ പിന്നീട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇനിയും നരകത്തിൽ പോയിക്കോ എന്ന് പറയുമ്പോൾ അതിനെ എത്രത്തോളം വെറുപ്പോടുകൂടെയാണോ കാണുക, അത്രയും വെറുപ്പോടുകൂടെ ചെയ്തുപോയ കുഫറിലേക്കും ശിർക്കിലേക്കും ഹറാമിലേക്കും മടങ്ങുന്നതിനെ വെറുപ്പോടുകൂടെ കാണുന്ന ഒരാൾക്ക് ഈമാനിന്റെ മധുരം നുകരാൻ പറ്റും. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തതാണ്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ പ്രിയപ്പെട്ടതാക്കുകയും അധർമ്മങ്ങളും കുഫറും അനാവശ്യങ്ങളും തമ്മാടിത്തങ്ങളും അവർക്ക് വെറുപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. കനത്ത ചൂടിൽ ലഭിക്കുന്ന ഒരു ഗ്ലാസ് തണുത്ത വെള്ളം പോലെയാണ് വിശ്വാസിക്ക് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ ശരിക്കും നുകർന്നവനെ കർമ്മങ്ങളും മര്യാദക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം ഉൾക്കൊള്ളുന്ന ആ ഒരു കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽക്കുള്ള ഈമാൻ കാര്യം ശരിക്കും മനസ്സിലേക്ക് ഇറക്കി വച്ചാൽ നമുക്ക് കിട്ടുന്ന സമാധാനവും സന്തോഷവും സുഖവും സൗഖ്യവും അത് വേറെ തന്നെയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എണീറ്റ് നിന്ന് നമസ്കരിച്ചാൽ കിട്ടുന്ന സുഖമോ, മനസ്സറിഞ്ഞ് നിസ്കരിച്ചാൽ ഓതുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാമെന്ന് മനസ്സിലാക്കി കിബിലയിലേക്ക് തിരിഞ്ഞ് സുജൂദിലേക്ക് നോക്കി മറ്റു ശല്യങ്ങളൊന്നുമില്ലാതെ ശാന്തമായി നമ്മൾ നമസ്കരിച്ചാൽ അതിന് കിട്ടുന്ന ആസ്വാദനം വേറെ തന്നെയാണ്. യാ ബിലാൽ അരിഹ്നാ ബിസ്സലാത്ത്, ബാങ്ക് വിളിക്കൂ, നിസ്കാരം കൊണ്ട് ഞാൻ സമാധാനമടയട്ടെ. നബിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സ്വല്ലാ, നമസ്കരിക്കുമായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കാരം എനിക്ക് കൺകുളിർമയുള്ളതാക്കിയിരിക്കുന്നു.
അവസാന നിമിഷത്തിൽ ബോധരഹിതനായി വീണിട്ട് സ്വഹാബത്തിന്റെ ഷോൾഡറിൽ വേച്ച് പള്ളിയിലേക്ക് വന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ, നമസ്കാരം നമുക്ക് നൽകുന്ന ആ ഒരു ആശ്വാസം, സമാധാനം, കൺകുളിർമ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വല്ലാത്ത ആശ്വാസവും ആസ്വാദനവുമാണ് നെറ്റിത്തടം മണ്ണിൽ വെച്ച് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ നമുക്കാകണം. രാത്രി നമസ്കാരം, സലഫുകൾ പറയാണ്, ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നത് പാതിരാവിൽ റബ്ബുമായി സംവദിക്കുമ്പോൾ മാത്രമാണ്. ജീവിതത്തിലേറെ സന്തോഷിക്കുന്നത് ശാന്തമായ രാത്രിയിൽ പടച്ച റബ്ബുമായി സംവദിക്കുന്ന രാത്രി നമസ്കാരത്തിലാണ്. നോമ്പ് റസൂലുള്ള തുടർച്ചയായി നോമ്പ് നോൽക്കും. നിങ്ങളത് നോൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നബിയെ താങ്കളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യുത്ഇമുനി റബ്ബി വയസ്തീനി, എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, എന്നെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. നേർക്കുനേരെ അതിന്റെ അർത്ഥം വെച്ച പണ്ഡിതന്മാരുണ്ട്, ആശയാർത്ഥത്തിൽ അതിനർത്ഥം വെച്ച പണ്ഡിതന്മാരുമുണ്ട്. സ്ഥിരമായി നോമ്പ് നോൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ആ ഒരു അതിന്റെ ഒരു മധുരം, അതിന്റെ ഒരു ആശ്വാസം, അതിന്റെ ഒരു കുളിര്, അതിന്റെ ഒരു ഖുവ്വത്ത്, അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരത്തിനും നോമ്പിനും രാത്രി നമസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനുമൊക്കെ സഹോദരന്മാരെ വല്ലാത്ത ആസ്വാദനമുണ്ട്. പരസ്പരം സ്നേഹിക്കുന്നവർക്കിടയിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണ്? താൻ സ്നേഹിക്കുന്നയാളുടെ സംസാരം കേൾക്കാനായിരിക്കണം. ഒരു വിശ്വാസി ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അതുകൊണ്ട് അവൻ ഏറ്റവും അധികം സന്തോഷമുണ്ടാകുന്ന നിമിഷം ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണെന്ന് ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ ഫുൾ ഓതി തീർക്കും. നബി പറഞ്ഞു, വേണ്ട, ഒരു മാസം കൊണ്ട് തീർത്താൽ മതിയാണ്. അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നെ നിങ്ങൾ ഓതാൻ സമ്മതിക്കൂ. അസ്തംതിഉ ബിഖുവതി വശബാബി, എന്റെ യൗവനവും എന്റെ കഴിവും ഞാൻ ആസ്വദിച്ചു കൊള്ളട്ടെ എന്നാണ്. കള്ളുകുടിക്കാനല്ല, കഞ്ചാവടിക്കാനല്ല, MDMA കടത്താനല്ല, ഏതെങ്കിലും തോന്നിവാസങ്ങളിൽ മുഴുകാനല്ല അവർ രാത്രിയിൽ സമയം ചിലവഴിച്ചത്. മറിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ, ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ ഖുർആൻ പാരായണം ചെയ്യാൻ മാത്രം വശ്യത. ഉസ്മാൻ ഗഫ്ഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ലൗ തഹറത് ഖുലൂബുക്കും മാ ശബിഅത് മിൻ കലാമി റബ്ബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ വയറ് നിറയില്ല. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഉസ്മാൻ ഗഫ്ഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഓരോന്നിലും സഹോദരന്മാരെ വല്ലാത്ത ആശ്വാസമുണ്ട്. ലാ റൈബ അന്ന ലദ്ദത്തൽ ഇൽമി അഅ്ളമുൽ ലദ്ദാത്ത്, ദീനിയായ വിജ്ഞാനം നേടുന്നതിലാണ് ഏറ്റവും വലിയ സ്വാദുള്ളത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്ന ഇബ്നു തൈമിയ റഹിമഹുല്ലയെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം കാത്തിരിക്കുകയാണ്. കുറെ നേരം കാത്തിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി. ഇബ്നുൽ ഖയ്യിം ചോദിച്ചു, ഇത്ര നേരം അങ്ങ് ദിക്ർ ചൊല്ലുകയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്റെ ഹൃദയത്തിനുള്ള ഭക്ഷണമാണ് ദിക്ർ. അത് ഞാൻ ചൊല്ലിയില്ലെങ്കിൽ, ആ ഭക്ഷണം ഞാൻ നുകർന്നില്ലെങ്കിൽ ഞാൻ അശക്തനായി പോകും, എന്റെ ശക്തി ശോഷിച്ചു പോകുമെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അപ്പോൾ ദിക്റിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, അറിവ് നേടുന്നതിലൂടെ, നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, ആരാധനകളിലൂടെ കിട്ടുന്ന സമാധാനം, കൺകുളിർമ, ആശ്വാസം, ആസ്വാദനം അത് വേറെ തന്നെയാണ്. ഹറാമുകൾ മാറ്റിവെക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ആശ്വാസവും ആസ്വാദനവും അതും വേറെ തന്നെയാണ്. സുഹൃത്തുക്കളെ, ആ ഒരു ആസ്വദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ, ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ദീനിൽ ഉറച്ചു നിൽക്കാനാകും. ആരാധനയിൽ ഉന്മേഷമുണ്ടാകും. ദുനിയാവിലും പരലോകത്തും നല്ല ജീവിതമുണ്ടാകും. പ്രയാസങ്ങളിൽ ആശ്വാസമുണ്ടാകും. ഹലാവത്ത് കിട്ടാതെ വെറും ചടങ്ങ് തീർക്കുന്ന, അഭിനയിച്ചു തീർക്കുന്ന കാട്ടിക്കൂട്ടലുകളായി പടച്ച റബ്ബിലേക്കുള്ള ആരാധനകൾ മാറാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുറ്റുപാടും നിരവധി പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ക്ലേശങ്ങളുടെയും അക്രമങ്ങളുടെയും എല്ലാം വാർത്തകൾ കേൾക്കുമ്പോൾ റബ്ബിലേക്ക് അടുക്കാനും അതിൽ ആസ്വാദനം കണ്ടെത്താനും ആണ് നാം പരിശ്രമിക്കേണ്ടത് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അബൂ സുലൈമാൻ അദ്ദാറാനി എന്ന പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ആരാധനയിൽ ആസ്വാദനം കിട്ടാത്തവരെക്കുറിച്ച് എനിക്ക് അത്ഭുതമില്ല. ആരാധനയിൽ ആസ്വാദനം കിട്ടാത്തവരെക്കുറിച്ച് എനിക്ക് അത്ഭുതമില്ല.
എന്നാൽ എനിക്ക് അത്ഭുതം, ഇതിന്റെയൊക്കെ ആസ്വാദനവും സന്തോഷവും സമാധാനവും ഒക്കെ നുകർന്നവർ അവർ അത് ഉപേക്ഷിക്കുന്നു. എങ്ങനെയാണ് അവർക്ക് അത് ക്ഷമിക്കാൻ കഴിയുന്നത് എന്ന കാര്യത്തിലാണ് എനിക്ക് അത്ഭുതമുള്ളത്. ഒരു പ്രയാസം വന്നപ്പോ എത്ര മനസ്സറിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയുടെ ആശ്വാസം നമ്മൾ അനുഭവിച്ചവരാണ്, നിസ്കാരത്തിന്റെ ആശ്വാസം അനുഭവിച്ചവരാണ്, നോമ്പിന്റെയും പുണ്യപ്രവർത്തനങ്ങളുടെയും ഖിയാമുൽ ലൈലിന്റെയും തറാവീഹിന്റെയും ഖുർആൻ പാരായണത്തിന്റെയൊക്കെ ആശ്വാസം, അല്ലെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ കിട്ടുന്ന സമാധാനവും സന്തോഷവും അതിന്റെ ഒരു ഹലാവത്ത്, മധുരം നുകർന്നവരാണ് നമ്മൾ. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം ഉപേക്ഷിക്കാൻ കഴിയുന്നത്? വല്ലാത്തൊരു ചിന്തയാണ് ആ മഹാപണ്ഡിതൻ നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്നും നുകരാത്ത ആൾക്കാരുണ്ടാവൂല. അങ്ങനെ നുകരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന് ചില റീസൺസുമുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹർബ് അദ്ദേഹം പറയാണ്, ഞാൻ 50 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിച്ചു. ഫമാ വജദ്തു ഹലാവത്തുൽ ഇബാദ, എനിക്ക് ആരാധനയുടെ സ്വാദ് നുകരാൻ പറ്റിയില്ല. ഹത്താ തറക്തു റിളന്നാസ്, ജനങ്ങളുടെ തൃപ്തിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുക എന്നുള്ള പരിപാടിയെ ഒഴിവാക്കിയിട്ട് എനിക്ക് അല്ലാഹ് മതി, ആ അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ, ആ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ, അള്ളാഹിന്റെ സ്വർഗം നേടാൻ എന്നതാക്കി എന്റെ ലക്ഷ്യത്തെ ഞാൻ മാറ്റിയപ്പോ എനിക്ക് ആരാധനയുടെ സ്വാദ് നുകരാൻ പറ്റി എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കൾ, നമ്മളൊക്കെ പടപ്പുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ആളുകളുടെ മുമ്പിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, വലിപ്പം എന്താണ്, അല്ലെ, സ്വയം പ്രമോഷന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമുക്ക് അവന്റെ പ്രിയപ്പെട്ട അടിമയായി മാറണം എന്ന നീയത്തിലേക്ക് നമ്മൾ മാറുമ്പോ നമുക്ക് ഹലാവത്ത് കിട്ടുമെന്നാണ്. മറ്റൊരു പണ്ഡിതൻ പറഞ്ഞ, തൂലുൽ ഇസ്തിമാഇ അൽ ബാത്തിൽ യുത്ഫിഉ ഹലാവത ത്വാഅ മിനൽ ഖൽബ്, അനാവശ്യമായ കാര്യങ്ങളുടെ കേൾവി വർദ്ധിച്ചാൽ, വേണ്ടാത്ത കാര്യങ്ങൾ, മ്യൂസിക്, പാട്ട്, കൂത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ, അത് ആസ്വദിക്കാൻ കൂടുതൽ ഒരാൾ ശ്രമിക്കുമ്പോൾ ഹറാമായത് കുറച്ചും പറ്റൂല. അങ്ങനെയുള്ള അനാവശ്യമായ ബാത്തിലായത് ഒരാൾ ധാരാളമായി കേട്ടാൽ യുത്ഫിഉ ഹലാവത ത്വാഅ, ആരാധനകളിലുള്ള സ്വാദ് അവന്റെ ഹൃദയത്തിൽ നിന്ന് കെട്ടുപോകും എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞത് മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, തെറ്റുകൾ ഹലാവത്ത് കെടുത്തു. ലദ്ദത്തു ശൈത്താനിയ്യ തുഹറം ലദ്ദത്തു റഹ്മാനിയ്യ, പൈശാചികമായിട്ടുള്ള വഴികളിലൂടെ ആസ്വാദനം കണ്ടെത്തുന്ന ആൾക്കാർക്ക് പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആസ്വാദനത്തിന്റെ ഡോറ് അടക്കപ്പെടും. അതായത് ഹലാലായിട്ടൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ, ഹലാലായിട്ട് തിന്നുമ്പോൾ, അല്ലെ, ആരാധനകൾ നിർവഹിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും അയാൾക്ക് തടയപ്പെടും. ആൾക്കുള്ള ഭാര്യനെ നോക്കി ഒന്നും തോന്നൂല. എന്നാൽ അയാൾക്ക് ഫോൺ എടുത്തിട്ട് മറ്റുള്ളവരെ നോക്കുമ്പോഴാണ് അയാൾക്ക് ലൈംഗികമായ ഉണർവുണ്ടാകുന്നത്. ഒരു ഉദാഹരണമാണ്. ഹറാമായ പൈശാചികമായ ആസ്വാദനങ്ങൾ തേടുന്നവർക്ക് ഹലാലായ അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹലാവത്ത് നേടാൻ കഴിയില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് മ്യൂസിക്, സിനിമ, ഷോർട്സ്, റീൽസ്, ഇതിലൊക്കെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്ന, കൊയങ്ങി ഇനി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ഷോർട്സും റീൽസും കാണുക. അപ്പൊ ഒരു ആശ്വാസത്തിൽ നമ്മൾ കാണുന്ന വഴി ഇതാണ്. അതേ ഫോണിൽ ഖുർആനുണ്ട്, അതേ യൂട്യൂബിൽ നല്ല നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ അങ്ങോട്ട് പോവില്ല. കോമഡിയും പാട്ടും സിനിമയും ഡാൻസും, ഇതിന്റെ പിന്നാലെയാണ് മുസ്ലിം സൊസൈറ്റി. ലിബറലിസം എന്ന് പറയില്ലെങ്കിലും എല്ലാവരും ഓൾമോസ്റ്റ് ലിബറലാണ്. ഇതൊന്നൊക്കെ എന്താ കുഴപ്പം, ഇന്നത്തെ കാലത്ത് പാരാപ്പൊന്നും ഉപയോഗിക്കാത്തത്, അല്ലേ, അതിലേക്ക് എന്താ, അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ദീനാണ് പോയി പോകുമോ, നിസ്കരിച്ചാ പോരെ, നോമ്പോറ്റാ പോരെ, ഇതൊക്കെ എവിടുന്നുണ്ടായതാ? നിസ്കരിക്കുന്നവൻ അധർമ്മങ്ങളിലേക്ക് പോവോ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നല്ലേ ഖുർആൻ പറഞ്ഞേ. പിന്നെ നിസ്കരിച്ചാ പോരെ എന്നിങ്ങനെ ചോദിക്കാം. ഹറാമ് ചെയ്താൽ എന്താ കുഴപ്പം, ഞാൻ നിസ്കരിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവൻ ജാഹിലാണ്. കാരണം നിസ്കാരം അല്ലാഹ് നിയമമാക്കിയത് ഹറാമിലേക്ക് പോകാതിരിക്കാനാണ്, ചെയ്തുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാനാണ്. അതുകൊണ്ട് തന്നെ അത്തരം ജഹാലത്തുകൾ പേറുന്നവരാകരുത് നമ്മൾ. അനാവശ്യമായ കാര്യങ്ങളിൽ ആസ്വാദനം കണ്ടെത്തിയാൽ ആരാധനയുള്ള ആസ്വാദനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മാത്രവുമല്ല സഹോദരന്മാരെ, പടച്ചറബിനെ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് ആരാധിക്കാൻ സാധിക്കണം. ആർക്കാണോ
അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തത് അവന് ആരാധനയിലുള്ള ആസ്വാദനം നഷ്ടപ്പെടും. സഹോദരന്മാർ, അള്ളാഹിനോടുള്ള ഒരു ഹുബ്ബ്, സ്നേഹം, അവനോടുള്ള ആ ഒരു ഇണക്കം, അവനിൽ നിന്ന് കിട്ടുന്ന ആ റഹ്മത്തിനെ കുറിച്ചൊരു ബോധം, പടച്ച റബ്ബിനോട് നമുക്കുള്ള ആ ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത, പടച്ചവനെ നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കെന്താണുള്ളത് എന്ന ബോധമുള്ളവനെ നെഞ്ചത്ത് കൈകെട്ടി വെച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നിനക്ക് തന്നെയാണ് സർവസ്തുതിയും എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഇദാ ലം തജിദ് ലിഅമലിൻ ഹലാവതൻ ഫീ ഖൽബിക്, കർമ്മങ്ങൾക്ക് നിന്റെ ഹൃദയത്തിൽ ഒരു ആസ്വാദനം കിട്ടുന്നില്ലെങ്കിൽ, വൻശിറാഹൻ, ഹൃദയം അതുകൊണ്ട് വിശാലമാകുന്നില്ലെങ്കിൽ, ഫത്തഹിമുഹു, നീ നിന്നെ പരിശോധിച്ചോ, നീ നിന്നെ സംശയിച്ചോ, നീ നിന്നെ കുറ്റപ്പെടുത്തിക്കോ. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ശകൂറാണ്. എന്താ അതിന്റെ അർത്ഥം? അവൻ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിലും പരലോകത്തും പ്രതിഫലം നൽകും. എന്താ ദുനിയാവിൽ അവന്റെ കർമ്മങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം? ഹലാവത്താണ്. ആരാധനകൾ കൊണ്ട് അവന് കിട്ടുന്ന ആ ഒരു സമാധാനവും ആ ഒരു സ്വസ്ഥതയും ആ ഒരു സന്തോഷവും ആ ഒരു ഖുർറത്തു ഐൻ, ആ ഒരു കൺകുളിർമയും ആ ഒരു ഹൃദയ വിശാലതയുമാണ് അല്ലാഹു ദുനിയാവിൽ ആരാധനകൾ കൊണ്ട് കൊടുക്കുന്ന ബോണസ്. അതെനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് പരിശോധിക്കേണ്ടതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സഹജീവികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, കഷ്ടപ്പെടുത്തപ്പെടുമ്പോൾ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, കുടുംബത്തെ ചേർത്ത് പിടിച്ച് അന്തി ഉറങ്ങാൻ ഒരു വീടില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, ഇതെല്ലാം നുകരുന്ന നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനും ആ ആരാധനയിൽ ആസ്വാദനം കണ്ടെത്താനും അതല്ലാത്ത ശൈത്വാനിന്റെ വഴികളിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഓഗസ്റ്റ് 7-ാം തീയതി ഈ വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള അവസാനത്തെ ഡേറ്റാണ്. ഹജ്ജ് മഹത്തായ പുണ്യകർമ്മമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യാൻ, ആ പുണ്യഭൂമിയിലൂടെ കാൽനടയായി സഞ്ചരിച്ച് വിയർത്തൊഴുകാൻ, ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ സംഭവിച്ചുപോയ അബദ്ധങ്ങൾ പടച്ച റബ്ബിനോട് ഏറ്റുപറയാൻ, അറഫാ മൈതാനിൽ ഒരുമിച്ച് കൂടിയവരെ നിങ്ങൾക്ക് പാപം പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ അനൗൺസിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവൻ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെയാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേൾക്കുമ്പോൾ പടച്ചോനെ ഒരു ഹജ്ജ് നിർവഹിക്കണം എന്ന് തോന്നാത്ത ആരാണുള്ളത്? അതുകൊണ്ട് സഹോദരന്മാരെ, സാധ്യമാകുന്നവർ അപേക്ഷ നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ആരെങ്കിലും മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിക്കുന്നെങ്കിൽ അവർ ധൃതി കാണിക്കട്ടെ, പിന്നേക്ക് നീട്ടിവെക്കരുത്. നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ കയ്യിൽ കാശുണ്ടായിക്കൊള്ളണമെന്നില്ല, രണ്ടുമുണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുദിനം ഓരോ വർഷവും ഓരോ ക്രൈസിസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അപേക്ഷിച്ച പലർക്കും കാശടച്ചിട്ടും പോകാൻ പറ്റിയിട്ടില്ല. അല്ലാഹു അവർക്ക് ഹജ്ജിന്റെ കൂലി നൽകുമാറാവട്ടെ. അവരുടെ ജീവിതത്തിലെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അതുകൊണ്ട് കഴിയുന്ന ആളുകളെല്ലാം നമ്മൾ വീട് വെച്ചു, വാഹനം വാങ്ങി, മക്കളെ കെട്ടിച്ചു, പഠിപ്പിച്ചു, എല്ലാം ചെയ്തു. നമുക്ക് സാധ്യമെങ്കിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള ഒരു നിയ്യത്ത് ചെയ്ത് ഇത്തവണയിലെ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ ഒരു പുണ്യപ്രവർത്തനം ജീവിതത്തിൽ നിർവഹിക്കാൻ എത്രയും വേഗം തൗഫീഖ് നൽകുമാറാവട്ടെ. പിഞ്ചു കുഞ്ഞിനെ പോലെയായി പാപരഹിതനായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരാധനകളിൽ അല്ലാഹു നമുക്ക് ആസ്വാദനവും കൺകുളിർമയും മനസ്സാന്നിധ്യവും സമ്മാനിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ ആരാധനകളിൽ മുഴുകാൻ, നന്മ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പഴായി പോകുന്ന സമയത്തെ തിരിച്ചറിയാനും സമയത്തെയും യൗവനത്തെയും കരുത്തിനെയും കഴിവിനെയും എല്ലാം റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനും അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ ധാരാളം ആളുകൾ അല്ലാഹു അവർക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെക്കാൾ നല്ല രക്ഷിതാക്കളെ, ഇണകളെ കുടുംബത്തിന് അല്ലാഹു സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ജനാധിപത്യവും നിലനിർത്തി തരുമാറാവട്ടെ. ഇതിനെ തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന ആളുകളുടെ തന്ത്രങ്ങൾ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവിടെ സംഘശക്തിയെ അല്ലാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമാറാവട്ടെ. അവിടെ സാമ്പത്തിക സ്രോതസ്സിന് അല്ലാഹു തകർക്കുമാറാവട്ടെ. അല്ലാഹു മനുഷ്യ സ്നേഹികൾക്ക്, ജനാധിപത്യ സംരക്ഷകർക്ക് രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. ഫലസ്തീനിലും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹു ക്ഷമയും പ്രതിഫലവും പ്രദാനം ചെയ്യുമാറാവട്ടെ.
അവർക്ക് അല്ലാഹു ആശ്വാസം സമ്മാനിക്കുമാറാവട്ടെ. മനുഷ്യന്മാരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന പാവങ്ങളുടെ കണ്ണിലേക്ക് മുളക് സ്പ്രേ അടിച്ച് മനുഷ്യരെ നോവിക്കുന്ന ഈ പൈശാചിക പേക്കോലങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ആക്രമിക്കാൻ മനസ്സ് വരാത്ത വിധമുള്ള എക്കാലത്തുമുള്ള മനുഷ്യർക്ക് പാഠമാകും വിധം ഈ പൈശാചിക രൂപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് പ്രദാനം ചെയ്യട്ടെ. ഇജ്ജത്തുള്ള മുസ്ലിങ്ങളാക്കി, ഐഡന്റിറ്റിയുള്ള മുസ്ലിങ്ങളാക്കി, ഈമാനും അമലുമുള്ള തന്റേടമുള്ള തഖ്വയുള്ള മുഅ്മിനീങ്ങളാക്കി അല്ലാഹു നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.